കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് പാലിക്കാത്തതിനെതിരെ പ്രതിഷേധങ്ങളുമായി ദുരിതബാധിത കുടുംബങ്ങൾ. നിയമസഭയിൽ നടത്തിയ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതി നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ പ്രതിഷേധമിരമ്പി. വിദഗ്ധ ഡോക്ടർമാരെ നിയോഗിച്ച് 2017 ഏപ്രിൽ മാസം നടത്തിയ പ്രത്യേക മെഡിക്കൽ ക്യാമ്പിലൂടെ 1905 ദുരിതബാധിതരെയാണ് കണ്ടെത്തിയത്. എന്നാൽ ഇതിൽ നിന്ന് 874 പേരെ മാത്രമാണ് ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഒഴിവാക്കപ്പെട്ട 1031 പേരെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായാണ് എൻഡോസൾഫാൻ സമരസമിതി കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. ക്യാമ്പിലൂടെ ദുരിതബാധിതരെന്ന് കണ്ടെത്തിയ 1031 പേർക്ക് കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തി സഹായങ്ങൾ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രഖ്യാപനം നടത്തിയിരുന്നു. എന്നാൽ ദുരിതബാധിതരെ സമരപാതയിലേക്ക് തള്ളിവിടുന്ന സമീപനമാണ് ഔദ്യോഗിക സംവിധാനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതെന്ന് ദുരിതബാധിത കുടുംബങ്ങൾ പറഞ്ഞു. ചികിത്സയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. മരുന്നിനും പിന്നെ എല്ലാ കാര്യത്തിനും ഇപ്പൊ വളരെ ബുദ്ധിമുട്ടില്ലാന്നുള്ളത്. ഒന്നും തരാന്നുള്ളൊരു വാഗ്ദാനങ്ങൾ നൽകിയിട്ടില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇനിയും നമ്മൾ സമരം ചെയ്യാൻ തന്നെ തീരുമാനം. മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ വിതരണം ചെയ്യുക, മുഖ്യമന്ത്രി ഉറപ്പു നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുക, സൗജന്യ മരുന്ന് വിതരണം തുടരുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരസമിതി കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. അമൃത ന്യൂസ്, കാസർഗോഡ്.